സകലമാന മനുഷ്യർക്കും പരബ്രഹ്മ ഔഷധിയിലേക്ക് സ്വാഗതം. നമ്മൾ എന്നും പറയാറുള്ളത് പോലെ ഇന്ന് നമ്മൾ പറയുന്നത് അഷ്ടദശാപ്രസാരണി തൈലം എന്നാണ് പറയുന്നത്. അപ്പം ഈ അഷ്ടദശാപ്രസാരണി തൈലം അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കി കഴിക്കണം എന്നാണ് ഞാൻ ഇത് പറയാറുള്ളത്. എന്നാൽ ഈ ഓരോ ഔഷധങ്ങൾ ഉണ്ടാക്കുമ്പോഴും അവ അതിൻ്റേതായ പ്രാധാന്യത്തിലും തീർത്തും പാരമ്പര്യ രീതിയിൽ, എന്നാൽ ശാസ്ത്രത്തിൻ്റെ തനിമ നഷ്ടപ്പെടാതെ ഋതുഭേദം കണക്കിലെടുത്താണ് നമ്മൾ ഓരോ ഔഷധങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് ഉണ്ടാക്കുന്ന അഷ്ടദശ പ്രസാരണി തൈലം എന്നാണ് ഇതിൻ്റെ നാമധേയം. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പം ഓരോ ഔഷധങ്ങളും നമ്മൾ ശരിയാക്കുന്ന രീതിയും എല്ലാം ഞാൻ നിങ്ങളോട് പറയാറുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ പറയുന്ന ഓരോ ഔഷധത്തിൻ്റെയും ആ ശ്രേഷ്ഠഭാവങ്ങളും അതിൻ്റെ ആ ശൈലിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കക്കുറവുള്ളവർക്കും, എന്നാൽ ഉറക്കം തീരെ ഇല്ലാതെ ഉള്ള കക്ഷികൾക്കും, അതുപോലെ തന്നെ ചെവി കേൾവി കുറവുള്ളവർക്കും, കണ്ണിന് കാഴ്ച കുറവുള്ളവർക്കും എല്ലാം ഉപയോഗിക്കാവുന്ന ഒരു നല്ല തൈലമാണ് ഈ അഷ്ടദശ പ്രസാരണി തൈലം. ഇതിന് നമ്മൾ ഓരോ ദിവസവും ഇത് ഉണ്ടാക്കി ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. 5-6 പേര് പറയുമ്പോൾ എനിക്ക് ഈ തൈലം വേണം, ഈ അഷ്ടദശ പ്രസാരണ തൈലം വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിയുന്നതും തലയിൽ തേച്ച് കുളിക്കുമ്പോൾ തലയിൽ ഷാമ്പുവോ അതുപോലെ തന്നെ സോപ്പോ ഉപയോഗിക്കരുത്. ഒന്നിലാൽ പയറുപൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇഞ്ചി ഉപയോഗിക്കാം. അങ്ങനെ നമ്മളിത് ചെയ്താൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട തലയ്ക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ശിരസിനുണ്ടാകുന്ന രോഗങ്ങൾ മാറി, എപ്പോഴും പനി വരുന്നവരാണ് അവരുടെ പനിക്ക് കുറവ് കിട്ടും. വിമ്മിഷ്ടം ഉള്ളവർക്കാണെങ്കിൽ അതും ചുമ, ഇതിനൊക്കെ കൊള്ളാവുന്ന ഒരു നല്ല തൈലമാണ് ഈ അഷ്ടദശ പ്രസാരണ തൈലം എന്ന് പറയുന്നത്. അപ്പോൾ ആ അഷ്ടദശ പ്രസാരണ തൈലം ഉണ്ടാക്കാൻ ഒരു 28 മരുന്ന് വേണ്ടി വരും. ആ 28 മരുന്ന് നിങ്ങൾ അതിൽ 10 മരുന്ന് ഇടിച്ചു പിഴിഞ്ഞ നീരാണ്. അത് ദശപുഷ്പത്തിൻ്റെ നീരാണ്. ഈ ദശപുഷ്പം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, പൂവാങ്കുറുന്നൽ, മുയൽച്ചെവിയൻ കറുക, കയ്യൂന്നി, നിലപ്പന, വിഷ്ണുക്രാന്തി, തിരുതാളി, ഉഴിഞ്ഞ, മുക്കുറ്റി എന്നീ ദശപുഷ്പങ്ങളുടെ നീരും, അതുകൂടാതെ നീലയമരി, വെറ്റില, കുടങ്ങൽ, അങ്ങനെ വരുന്ന ഒരു 3 മരുന്നും കൂടെയാണ്. 13 എണ്ണത്തിൻ്റെ നീര് ചേർത്ത് വേണം ഇതിനകത്ത് ചെയ്യാൻ. അത് കണക്ക് നീലയമരിയുടെ പൊടിയായാലും മതി. കൂടുതൽ നമുക്ക് കിട്ടാൻ മാർഗ്ഗമില്ലെങ്കിൽ പൊടി ചേർത്താലും നല്ലതായിരിക്കും. ഇങ്ങനെ ചേർത്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ മരുന്നുകളും ചേർത്ത്, ഒത്തിരി പറഞ്ഞു തരാനൊക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് എൻ്റെ ഫോൺ നമ്പർ പറയാം. 99 61 87 62 95. ഇങ്ങനെയുള്ള ഈ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് സുന്ദരമായിട്ട് നിങ്ങൾക്ക് ഈ മരുന്ന് ഉണ്ടാക്കേണ്ട വിധം പറഞ്ഞു തരും. അല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിവസത്തെ പ്രദാനം ചെയ്തിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.